അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നത് ഈ ഒരു വെറൈറ്റി നല്ലോണം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്ന്, അപ്പം പിന്നെ അതൊന്ന് നല്ലോണം നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇത് കാണാത്തൊരു വെറൈറ്റി ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ. അപ്പോൾ ഇത് കാണാത്ത വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല. പുതിയ വെറൈറ്റി ഒന്നും അല്ല, കുറേ വർഷങ്ങൾ ആയി നമ്മളെ കയ്യിൽ. പക്ഷേ പൂവ് പിന്നെ ഉണ്ടാവലുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. കുറേ ചെടികൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഓരോ വർഷവും നഷ്ടപ്പെട്ടു പോകും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നഷ്ടപ്പെട്ടു പോവലുണ്ട്. അങ്ങനെ പോയി കുറേ വെറൈറ്റികളൊക്കെ അതിൽ ബാക്കി വരുന്ന വെറൈറ്റികളാണ് നമ്മൾ വീഡിയോ ചെയ്യൽ കേട്ടോ. പൂക്കൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പൂക്കൾ ഉണ്ടാവുക. നമ്മൾ എന്താ പറയുക, നല്ലപോലെ ശ്രദ്ധിച്ചാൽ നല്ലോണം പൂക്കൾ തന്നെ ഉണ്ടാവും. പിന്നെ ഈ ചെടികളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ പിന്നെ ചെയ്ത് നോക്കാണ്ട് പറയുന്ന കാര്യമല്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ച 100% നല്ല വിജയം കിട്ടിയ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും. അതോടൊപ്പം നമ്മളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ചെടികളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു കുറഞ്ഞ 1000 ഉറുപ്പ്യക്കോ അല്ലെ 2000 ഉറുപ്പ്യക്കോ ചെടികൾ വാങ്ങിയിട്ട് അതും മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ചെടികൾ നോക്കുക. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ബോഗൺവില്ലകളാണ് എന്താ പറയുക ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ ഒരു സമയത്ത് നല്ലത്. വെറൈറ്റികളായ ബോഗൺവില്ലകൾ കേട്ടോ. പിന്നെ അടീനിയം നല്ല രീതിയിൽ, അടീനിയത്തിനും ഒരുപാട് ആരാധകർ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി ഓരോ സമയത്തുള്ള ചെടികൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. പിന്നെ ചെടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ചെടി നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നുള്ള 100% ഉറപ്പ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂ. പിന്നെ വേറെ നമ്മൾ കുറേ ചെടികൾ ഇറക്കി. കൊറോണ സമയത്തൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ചെടി ബിസിനസ് വന്ന് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക നല്ല സാമ്പത്തിക സഹായം തന്നെ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഈ കൊറോണ സമയത്ത്. എന്നിട്ട് പിന്നെ കൊറോണ കഴിഞ്ഞ ശേഷം ഓരോക്കെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ചെടി ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരാളെ വെച്ചിട്ടൊന്നും ചെയ്യാൻ നിന്നാൽ അത് വിജയിക്കൂല കേട്ടോ. 100% ഉറപ്പാണ്. നമുക്ക് ഈ ചെടികളിൽ താല്പര്യം വേണം, എങ്കിൽ മാത്രമേ ചെടി ബിസിനസ് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റൂ കേട്ടോ. നമ്മൾ ഇതിൽ ഇതെങ്ങനെയാണ് നമ്മളൊരു ചെടി വാങ്ങുമ്പം തന്നെ നോക്കണം, ഇത് എങ്ങനെയാണ് തൈ ആക്കുക എന്നുള്ളത് അറിയണം. അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ ചെടികൾ വാങ്ങാം. ഈ ഉദാഹരണത്തിന് ഇപ്പോൾ അടീനിയം ചെടിയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് തൈകളാക്കാനേ പറ്റൂ. അതേ സ്ഥാനത്ത് നാടൻ വെറൈറ്റികളാണെങ്കിൽ അതിൽ വിത്തുകൾ ഉണ്ടാവും, അത് ശേഖരിച്ചിട്ട് തൈകളാക്കണം. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെടികൾ ഇങ്ങനെ ബിസിനസ്സിലേക്ക് വരാൻ. അടീനിയാണെങ്കിലും കടലാസ് ചെടികളാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാം. കടലാസ് വെറൈറ്റി ചെടികളൊക്കെ ആണെങ്കിൽ അത് കമ്പ് പിടിപ്പിക്കാൻ ഏതാ എളുപ്പ വഴി എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ. ഈ അടീനിയത്തിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇത് ഗ്രാഫ്റ്റിംഗ് ആണ് ഏറ്റവും പിന്നെ തൈകളാക്കാൻ പറ്റിയ ഒരു വഴി. അപ്പോൾ അത് നമ്മൾ ശരിക്കും അറിഞ്ഞ് വിജയിച്ചാലേ നമുക്ക് അത് മുന്നോട്ട് വിജയിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. പിന്നെ ഇന്ന് ബിസിനസ് ചെയ്യാൻ ഒരുപാട് എളുപ്പ വഴികളുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മളെ ഈ ബിസിനസ് പുറം ലോകത്ത് അറിയിക്കാനും പുറത്തുനിന്ന് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തുനിന്ന് നമുക്ക് കസ്റ്റമറെ കിട്ടാനും ചാൻസ് ഉണ്ട്. ചാൻസ് 100% ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സുകളൊക്കെ നടക്കുന്ന അങ്ങനെ തന്നെ. യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാം എന്തോരാൾക്കാരുണ്ട് ചെടി ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾ. അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. 100% വിജയം കിട്ടുന്നൊരു ഇത് തന്നെയാണ്. നമ്മൾ പോലെ വേറെ പരിപാടികളൊന്നും ഇല്ലാണ്ട് ഇതിൽ മാത്രം ഏതെങ്കിലും ഒന്ന് തന്നെ നിന്ന് അത് വിജയിപ്പിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു വഴി തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ തൈകളാക്കാനുള്ള
ബുദ്ധിമുട്ടുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്നല്ലാണ്ട് ചെടികൾ ഒരു ചെറിയ നഴ്സറിക്കുള്ള ചെടികൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒന്നിലെത്തിപ്പെട്ട് അപ്പോൾ അതിൻ്റെ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഇതിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, തൈകളൊന്നും ആക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചെടികളെ തൈകളുണ്ടോ, വിത്തുകളുണ്ടോ, അയച്ചു തരുമോ, കൊറിയറുണ്ടോ, ഇതൊക്കെ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഇല്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് കൊടുക്കൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 10 മണിയുടെ വീഡിയോ ഇട്ട്, പാടാത്ത 10 മണിയുടെ വീഡിയോ ഇട്ടപ്പോൾ വന്ന മെസ്സേജിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, സെയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നല്ലോണം ചെടികളും പൂക്കളൊക്കെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഞമ്മക്കൊക്കെ അയച്ചു തന്നാൽ മതി, നമ്മളത് വീഡിയോ യൂട്യൂബിലിടും. അപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ബിസിനസ്സും നടക്കും, നമുക്കും അതൊരു എന്താ പറയുക, ഒരു സപ്പോർട്ടായിരിക്കും. നമുക്ക് ദിവസവും ഇങ്ങനെ വീഡിയോ ഇടണമല്ലോ. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ദിവസവും വീഡിയോ ഇടണം. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ ഞാനൊന്നും അങ്ങനെ പുറത്തു പോകാത്ത ആളാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ചെടികളൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.